ജമ്മുകാശ്മീർ അതിർത്തിയിൽ വീണ്ടും വെടിനിർത്തൽ ധാരണ ലംഘിച്ച് പാകിസ്ഥാൻ എത്തി. അത് സ്ഥിരീകരിച്ച് വിദേശകാര്യ സെക്രട്ടറി വാർത്താസമ്മേളനം വിളിച്ചു. അദ്ദേഹം അതിൽ പറഞ്ഞതും ഇത് ശരിയാണ്, ഇതിന് വ്യക്തമായ കാരണം പാകിസ്ഥാൻ മുന്നോട്ട് വെക്കണം, അതിന് വിശദീകരണം നൽകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരുന്നു. വിവിധയിടങ്ങളിൽ ആക്രമണം നടന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പലയിടങ്ങളിലും സമാധാന അന്തരീക്ഷം തിരിച്ചെത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടങ്ങളിലെല്ലാം വിവരങ്ങളുമായി അശ്വിനി ചേരുന്നുണ്ട് നാഷണൽ ഡെസ്കിൽ നിന്ന്. അശ്വിനി, എന്താണ് ഈ നിലവിലെ സ്ഥിതിഗതികൾ? വിശദാംശങ്ങൾ. അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ വൈകിട്ട് 5 മണിയോടുകൂടി വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നുവെന്ന ധാരണ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാകുന്നു. അത് DG ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ്, പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ആണ് ഇക്കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി ആദ്യമേ ഇന്ത്യൻ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിനെ വിളിക്കുന്നത്. ഇവർ തമ്മിലുള്ള ചർച്ചയിൽ വൈകിട്ട് 3:30 നടക്കുന്ന ഈ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച് നീക്കങ്ങൾ ഉണ്ടാകുന്നത്. അതായത് വെടിനിർത്തൽ ധാരണ സംബന്ധിച്ച് നീക്കങ്ങൾ ഉണ്ടാകുന്നത്. ഇതിന് പിന്നാലെ വൈകിട്ട് 6 മണിയോടുകൂടി വിദേശകാര്യ മന്ത്രാലയം ഇത് സ്ഥിരീകരിക്കുന്നു. അതിന് മുൻപ് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ വെടിനിർത്തൽ ധാരണ ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ ധാരണയുണ്ടായതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തുന്നു. പിന്നാലെ സ്ഥിരീകരണവുമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം നടക്കുന്നു. പിന്നാലെ തന്നെ 3 സൈന്യത്തിന്റെയും പ്രതിനിധികൾ പങ്കെടുക്കുന്ന വാർത്താ സമ്മേളനം. അതിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങളെ കുറിച്ചുള്ള വിശദാംശങ്ങളും ഇന്ത്യ നൽകിയ തിരിച്ചടിയും സംബന്ധിച്ച വിവരങ്ങളും എല്ലാം പങ്കുവെക്കുന്നു. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചതിന് സമാനമായ രീതിയിൽ ഡ്രോണുകളുടെ ഒരു വൻ നിര ഇന്ത്യൻ അതിർത്തി, അതായത് ജമ്മു കാശ്മീർ മുതൽ ഗുജറാത്ത് വരെ, ഗുജറാത്തിലെ കച്ചും ഭുജും അടക്കമുള്ള അതിർത്തി മേഖലകളിൽ വരെ ഡ്രോണുകളുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നു. ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനം ഈ ഡ്രോണുകളെ നിർജീവമാക്കുന്നു, അല്ലെങ്കിൽ അതിനെ നിഷ്പ്രഭമാക്കുന്നു. ഇത്തരത്തിലുള്ള സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഒമർ അബ്ദുള്ള അടക്കം വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടായി എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ട്വീറ്റ് ചെയ്യുന്നു, എക്സിൽ പോസ്റ്റ് ചെയ്യുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ അദ്ദേഹം പങ്കുവെക്കുന്നു. ഇതിന് പിന്നാലെയാണ് രാത്രി 10:30 വിദേശകാര്യ മന്ത്രാലയം വീണ്ടും വാർത്താ സമ്മേളനം നടത്തുന്നത്. വിദേശകാര്യ സെക്രട്ടറി മിസ്ട്രിയാണ്, അദ്ദേഹം തന്നെ നേരിട്ട് വന്നിട്ടാണ് ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നത്. അതായത് വെടിനിർത്തൽ ധാരണ പാകിസ്ഥാൻ ലംഘിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. അതായത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നാണ് പ്രകോപനം വീണ്ടും ഉണ്ടായിരിക്കുന്നത്. ഇതിന് ശക്തമായ രീതിയിൽ തിരിച്ചടി നൽകാനും അതിർത്തിയിലടക്കം ജാഗ്രത പാലിക്കാനും സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ വെടിനിർത്തൽ ധാരണ തുടരുകയാണെങ്കിൽ അതേ നാണയത്തിൽ തന്നെ ഏത് രീതിയിലും പാകിസ്ഥാൻ പ്രതികരിക്കുന്നു, പ്രകോപനം സൃഷ്ടിക്കുന്നു, അതേ നാണയത്തിൽ തിരിച്ചടി നൽകാനും സൈന്യത്തിന് നിർദ്ദേശം നൽകുന്നു. ഇതിനിടയിൽ ചില റിപ്പോർട്ടുകൾ വന്നു. അതായത് ജമ്മു കാശ്മീരിലെ നഗ്രോട്ടയിലെ സൈനിക താവളത്തിന് നേരെ തീവ്രവാദി ആക്രമണം ഉണ്ടായി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വാർത്താ ഏജൻസികളടക്കം നൽകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഇത് പിന്നീട് പിൻവലിച്ചു. നഗ്രോട്ടയിൽ സൈനിക താവളത്തിന് സമീപം സംശയാസ്പദകരമായ രീതിയിലുള്ള നീക്കങ്ങൾ മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചതെന്ന് വീണ്ടും വൈറ്റ് ഹൗസ് എക്സിൽ കുറിച്ചിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് സംശയാസ്പദമായ നീക്കം ഉണ്ടായി, അതിനെ തുടർന്ന് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ചെയ്തു. ഇതിൽ ഒരു സൈനികന് പരിക്കേറ്റു. ആക്രമണം നടത്തിയ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഏറ്റുമുട്ടൽ നടത്തിയ ആൾക്കായി അല്ലെങ്കിൽ അക്രമിക്കായി തെരച്ചിൽ തുടരുകയാണെന്നാണ് സൈന്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അത് തീവ്രവാദി ആക്രമണമാണെന്ന് സൈന്യം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇതിനിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ജമ്മു കാശ്മീർ മുതൽ, അതായത് ഏകദേശം പലയിടങ്ങളിലും ഇപ്പോൾ സമാധാന അന്തരീക്ഷം തിരിച്ചെത്തിയിരിക്കുന്നു എന്ന കാര്യമാണ് അശ്വിനി പറയുന്നത്. ആക്രമണ സ്വഭാവമുള്ള ഇടങ്ങളിൽ നിന്നെല്ലാം ആ രീതി മാറിയിരിക്കുന്നു. അവിടെ കുറച്ചുകൂടി വ്യക്തമായ രീതിയിൽ ഇപ്പോൾ ബ്ലാക്ക് ഔട്ടുകളെല്ലാം പിൻവലിച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുവെന്നാണ് ഇപ്പോൾ നാഷണൽ ഡെസ്കിൽ നിന്നും അശ്വിനി വ്യക്തമാക്കിയത്. അശ്വിനിക്ക് തുടരാം. അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ ഉധംപൂർ മേഖലയിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടുവെന്നായിരുന്നു ആദ്യമേ വന്ന വാർത്തകൾ. അതിന് പിന്നാലെ വ്യോമ മേഖലയിൽ ഡ്രോണുകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതായി വന്നിരുന്നു. ഡ്രോണുകളെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം നിർജീവമാക്കി. ശ്രീനഗർ, ജമ്മു അടക്കമുള്ള മേഖലകളിൽ സ്ഫോടനത്തിന് സമാനമായ ശബ്ദങ്ങൾ ഉണ്ടായി. ഇത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഈ ഡ്രോണുകളെ
ഡ്രോണുകളെ പ്രതിരോധിച്ചതിന്റെ ഡ്രോണുകളെ തകർത്തതിന്റെ ശബ്ദങ്ങളായിരുന്നു എന്ന് പിന്നീട് അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീനഗറിലും ജമ്മു കാശ്മീരിലും ഇത്തരം സമാനമായ രീതിയിൽ വൻ ശബ്ദങ്ങൾ, സ്ഫോടനത്തിന് സമാനമായ രീതിയിൽ ശബ്ദങ്ങൾ ഉണ്ടായി. ജമ്മു മേഖലയിൽ ഷെല്ലാക്രമണമാണ് ഉണ്ടായതെന്നായി റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ആർഎസ്പുര സെക്ടറിലും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ പാകിസ്ഥാൻ സൈന്യത്തിന് വെടിവെപ്പുണ്ടായി. ശക്തമായ മറുപടി നൽകാൻ BSFന് നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ടുണ്ട്. ബാരാമുള്ള, കട്വ, ഉധംപൂർ എന്നിവിടങ്ങളിൽ ഇതേ തുടർന്ന് ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തി. രാജസ്ഥാനിലെ ബാർമറിലും ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തി. പഞ്ചാബിലെ ഫിറോസ്പൂർ, ഹോഷിയാർപൂർ എന്നിവിടങ്ങളിലും ലുധിയാന അടക്കമുള്ള മേഖലകളിലും ഇത്തരത്തിൽ ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയിരുന്നു. പലയിടങ്ങളിലെയും ബ്ലാക്ക് ഔട്ടുകൾ പിൻവലിച്ചിരിക്കുന്നു. വെടിനിർത്തൽ ധാരണ ലംഘിച്ച് പാകിസ്ഥാൻ വീണ്ടും രംഗത്തെത്തിയതോടെയാണ് ഇപ്പോൾ ഈ സ്ഥിതിഗതികളെല്ലാം ഉണ്ടായത്. അതിനുശേഷമാണ് ഓരോ ഇടങ്ങളിലും നിയന്ത്രണങ്ങളുമായി ഭരണകൂടങ്ങൾ രംഗത്തെത്തിയത്. സംസ്ഥാനങ്ങളിൽ ഓരോ ഉന്നതതല യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയായിരുന്നു മുഖ്യമന്ത്രിമാർ അടക്കമുള്ളവർ. ആ ഒരു ഇടയ്ക്കാണ് പ്രതിരോധ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം വരുന്നത്. അദ്ദേഹം അതിലാണ് പറയുന്നത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വെടിനിർത്തൽ ധാരണ ലംഘനം ഉണ്ടായിരിക്കുന്നു, ധാരണ കരാറിന്റെ ലംഘനം ഉണ്ടായിരിക്കുന്നു എന്ന് അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിലാണ് വ്യക്തമാക്കിയത്. അതിനുശേഷമാണ് അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാൻ ഇതിന് കൃത്യമായ വിശദീകരണം തരണമെന്നും കൂടി അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. മാത്രമല്ല സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരുമായി അദ്ദേഹം വീഡിയോ കോൺഫറൻസിലൂടെ കൂടിക്കാഴ്ചയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് സംബന്ധിച്ച വിവരങ്ങളും ദേശീയ വാർത്താ ഏജൻസികളിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ രാജ്യത്തെ സ്ഥിതിഗതികൾ കുറച്ചുകൂടി ശാന്തമാകുന്ന ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നഗ്രോട്ടയിൽ സൈനിക കേന്ദ്രത്തിന് സമീപം ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. അങ്ങനെ സ്ഥിതിഗതികളെല്ലാം കുറച്ചുകൂടി ശാന്തമായ രീതിയിൽ, അതായത് ഇതുവരെ ഉണ്ടായ, അതായത് ഇത്രയും കുറച്ച് ദിവസങ്ങളായി രാജ്യ തലസ്ഥാനത്ത് അല്ലെങ്കിൽ അതിർത്തി മേഖലയിൽ ഉണ്ടായിരുന്ന അനിശ്ചിതത്വം കുറച്ചുകൂടി മാറുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇന്ന് വരുന്നത്.